ദർശന പുണ്യം തേടി പതിവ് തെറ്റാതെ ഗുരുസ്വാമിയായി കെ.പി. മോഹനൻ എം.എൽ.എയും ശബരിമലയിലെത്തി. കണ്ണൂർ ജില്ലയിലെ പാനൂർ പുത്തൂരിലെ വസതിയിൽ ഭാര്യ ഹേമജ ഉൾപ്പെടെ 44 സ്വാമിമാർക്ക് കെട്ടുനിറച്ചു നൽകിയാണ് ഇന്ന് എം.എൽ.എ ശബരിമല ധർമ്മശാസ്താവിനെ തൊഴാനെത്തിയത്. കോവിഡ് കാലത്തൊഴികെ മുടങ്ങാതെ അയ്യപ്പ ദർശനം തേടുന്ന മോഹനൻ ഇത് 54-ാം തവണയാണ് മുദ്രയണിയുന്നത്. എരുമേലിയിൽ പേട്ടതുള്ളി ചൊവ്വാഴ്ച രാവിലെ സന്നിധാനത്തെത്തി. ശബരീശ ദർശനത്തിന് ശേഷം രാവിലെ 11-ന് നെയ്യഭിഷേകം നടത്തി തുടർന്ന് മാളികപ്പുറത്തും ദർശനം നടത്തി. പുത്തൂരിലെ വീട്ടുമുറ്റത്തു നിന്നും കെട്ടുനിറച്ചാണ് 45 അംഗ സംഘം 2 വാഹനങ്ങളിലായി യാത്ര തിരിച്ചത്. ഗുരുസ്വാമിയായ എം.എൽ.എ ആണ് കെട്ടുനിറ നടത്തിയത്. പിതാവ് അന്തരിച്ച മുൻ മന്ത്രി പി.ആർ. കുറുപ്പിന്റെ കാലം മുതലേ തുടങ്ങിയതാണ് കെ.പി. മോഹനന്റെ ശബരിമല യാത്ര. മന്ത്രിയായ 5 വർഷവും ഔദ്യോഗിക തിരക്കുകളൊക്കെയും മാറ്റിവെച്ച് ശബരിമല യാത്ര നടത്തിയിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഉൾപ്പെടെയുള്ളവരുമായാണ് യാത്ര. 2 വർഷം കോവിഡിനെ തുടർന്ന് യാത്ര നടത്തിയിരുന്നില്ല. എന്നാൽ ചില വർഷങ്ങളിൽ ഒന്നിലേറെ തവണയും യാത്ര നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 60-ലേറെ തവണയാണ് ശബരീശ ദർശനം നടത്തിയതായി കെ.പി. മോഹനൻ പറഞ്ഞത്. അച്ഛൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ തന്നെ മന്ത്രി അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു. എം.എൽ.എ ആയപ്പോഴും വന്നിരുന്നു. അതിപ്പം ശേഷം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എരുമേലി വന്ന് പേട്ട തുള്ളിയിട്ട് തന്നെയാണ് വരുന്നത്. മന്ത്രിയായപ്പോഴും അതുപോലെ പേട്ട തുള്ളിയിട്ടാണ്. കാരണം ആചാരാനുഷ്ഠാനങ്ങൾ ഏതായാലും അത് പാലിച്ചേ വരാവൂ എന്നതാണ്. ആ പാലിച്ചതിൻ്റെ ഗുണമാണ് നമുക്കൊക്കെ തന്നെ ലഭിക്കുന്നത്. ആദ്യം നേരെ ഇവിടെ വരും, എന്നിട്ടാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ പോവുക. ഗുരുവായൂരും അവസാനമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് യാത്രയൊക്കെ. ഇതുവരെ അതുപോലെ തന്നെ പിന്നെ മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ പിതാവ് വരുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പിതാവായിരുന്നു ആദ്യം ഞങ്ങളുടെ ഗുരുസ്വാമി. പിന്നീട് എൻ്റെ മൂത്തേട്ടൻ ഗുരുസ്വാമിയായിട്ട് 2 പേരും ഇപ്പോഴില്ല. പിന്നെ ഞാൻ തന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാ സ്വാമിമാരെയും കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. എന്നാലും അതൊരു ഭാഗ്യം തന്നെയാണ്, ഒരുപാട് സ്വാമിമാരുടെ കൂടെ വരിക എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു ഡിസംബർ 4-ന് ഞാനിവിടെ വന്നിരുന്നു. അത് നിയമസഭാ കമ്മിറ്റിയുമായിട്ട് വന്നു. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇവിടെ വയോജനങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. പമ്പയിലും ഒക്കെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ടോയ്ലറ്റ് പോകാനൊക്കെ തന്നെ യൂറോപ്യൻ ടോയ്ലറ്റ് ഇല്ല. അതുപോലെ തന്നെ അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഹൈ ഗിയറുള്ള ആംബുലൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഹൈ ഗിയറുള്ള ആംബുലൻസ് പിറ്റേന്ന് തന്നെ അനുവദിച്ചു. ഞങ്ങൾ വന്ന് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ഉടൻ തന്നെ ഞങ്ങൾ 4-ാം തീയതി വന്നു, 6-ാം തീയതി അത് അനുവദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സർക്കാരും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ വേണ്ടത് പിന്നെ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വരുന്ന ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ തന്നെ സ്വയം ഇത്തരം കാര്യങ്ങൾ കുറച്ചൊരു നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസും പോകുന്നത്. പോലീസ് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ പ്രശാന്തും എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അങ്ങനെയുള്ള മന്ത്രിയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സർക്കാരിൻ്റെ നല്ല ഇടപെടലുണ്ടാകുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് അയ്യപ്പ ഭക്തർ ഇവിടെ വരുന്ന അയ്യപ്പ സ്വയം ഇതൊക്കെ തന്നെ നിയന്ത്രിക്കാനും കഴിയുന്ന രൂപത്തിലേക്കായിരിക്കണം. പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ നേരെ പിന്നെ ദർശനം കിട്ടണം എന്ന ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് എന്തായാലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കാണുന്നത്. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ജനുവരി 3 ബുധനാഴ്ച ദർശനം നടത്തുമെന്നും കെ.പി. മോഹനൻ പറഞ്ഞു. ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും സുഗമമായ ശബരീശ ദർശനത്തിന് ഭക്തരുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും എം.എൽ.എ അറിയിച്ചു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി ചെയർമാൻ കൂടിയായ കെ.പി. മോഹനന്റെ നേതൃത്വത്തിലുള്ള നിയമസഭാ സമിതി ഡിസംബർ 5-ന് ശബരിമലയിൽ നടത്തിയ സിറ്റിംഗിൽ സർക്കാർ ഒരാഴ്ചയ്ക്കകം യാഥാർത്ഥ്യമാക്കിയതിൽ എം.എൽ.എ സർക്കാരിന് അഭിനന്ദനവും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.